ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ വിശ്വാസികൾ പവിത്രമായ 50 ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നോമ്പിന്റെ 24-ാം ദിവസമായ ഇന്ന് സഫയായി ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം പുറപ്പാടിന്റെ നൊമ്പരങ്ങളാണ്. വലിയ നോമ്പിന്റെ ഈ വിശുദ്ധ യാത്രയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം ആന്തരികമായ ഒരു പുറപ്പാടിലേക്ക് ക്ഷണിക്കുന്നു. അതാണ് പാപത്തിൽ നിന്നുള്ള തിരിച്ചുവിളി, ആത്മീയ വീണ്ടെടുപ്പ്. പുറപ്പാട് 3:1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു മാറ്റമാണ്. ആടുകളെ മേയ്ക്കുന്ന ഒരാളായിരുന്നു മോശ. ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ തന്റെ ജീവിതദിശ തന്നെ മാറുകയായിരുന്നു. പുറപ്പാട് 3:7 ദൈവം അവനോട് പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടിരിക്കുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന്. ഈ വലിയ നോമ്പിന്റെ കാലം ദൈവം നമ്മെ നമ്മളുടെ വിളിയോടൊപ്പം കാണുന്ന സമയമാണ്. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, നമ്മൾ തളരുമ്പോൾ, നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ എല്ലാം ദൈവം നമ്മെ കാണുന്നു. പുറപ്പാടിന്റെ നൊമ്പരങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു? ഒന്നാമതായി, നോമ്പ് കാലം ആത്മീയ കാടിലേക്കുള്ള പ്രവേശനം. മോശ കാട്ടിലായിരിക്കുമ്പോഴാണ് ദൈവത്തെ കാണുന്നത്. നമ്മളും ഈ നാളുകൾ ആത്മീയമായ ഒരു കാടായ വഴിയിലൂടെയാണ് പോകുന്നത്. അതിൽ ആലോചനയും പ്രാർത്ഥനയും ആത്മപരിശോധനയും ഉണ്ട്. രണ്ടാമതായി, വിലപ്പെട്ട അനുഭവങ്ങൾ വേദനയിലൂടെ. പുറപ്പാടിന്റെ വഴിയിൽ ഇസ്രായേൽ ജനങ്ങൾ വഴിമുട്ടിയപ്പോൾ ദൈവം അവരെ കൈവിട്ടില്ല. ഈ നോമ്പിന്റെ കാലത്തിൽ നമ്മുടെ ജീവിതത്തിലും ചെറിയ കുരിശുകൾ താങ്ങേണ്ടി വരും. അവ ദുരിതങ്ങളായി തോന്നാമെങ്കിലും ദൈവം അതിനുള്ളിൽ പ്രവർത്തിക്കുന്നു. മൂന്നാമതായി, വിശുദ്ധമായ വിളി. നോമ്പിന്റെ കാലം അതാണ് ദൈവം നമ്മെ തിരിച്ചു വിളിക്കുന്ന കാലം. പാപങ്ങളിൽ നിന്നിറങ്ങി ദൈവസന്നിധിയിൽ പുതുതായി നിലകൊള്ളാനുള്ള ഒരു അവസരം. നമുക്ക് എന്തു ചെയ്യാൻ കഴിയുന്നു? പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ദൈവവിലാപം കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ മിശ്രൈമുകൾ തിരിച്ചറിയുക, അതായത് നമ്മെ അടിമയാക്കുന്ന സാഹചര്യങ്ങളും മനോഭാവങ്ങളും. ഈ വലിയ നോമ്പുകാലം ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനെ പോലെ നമ്മുടെയും ആത്മീയ വിമോചനത്തിനുള്ള സമയമാണ്. നൊമ്പരങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനപ്പുറത്ത് വീണ്ടെടുപ്പ്, ഉദ്ധാനം, പുതിയ ആരംഭം എന്നിവയുണ്ട്. ദൈവം നമ്മെ വിളിക്കുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവാൻ, അവനിലേക്കുള്ള ഒരു പുതിയ യാത്രയിലേക്ക്. മറ്റുള്ളവരുടെ നൊമ്പരങ്ങളെ അറിഞ്ഞ് നൊമ്പരം അകറ്റി ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളാകാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.